സുജയ, തീർച്ചയായും. കാരണം നേരത്തെ തന്നെ AP അബൂബക്കർ മുസ്ലിയാർക്ക് യമനിലെ മതപണ്ഡിതരുമായി അടുത്ത ബന്ധമുണ്ട്. അവിടെ യമൻ സർക്കാരുമായി ഏറ്റവും അടുപ്പമുള്ള മുഷാവറ കൗൺസിൽ അംഗങ്ങളുമായി ഉൾപ്പെടെയുള്ള ബന്ധം, കാരണം മർക്കസുമായി അവർക്കുള്ള ബന്ധം, ആ ബന്ധം പൂർണ്ണമായും വിനിയോഗിക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമാകുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെ തന്നെ ഇടപെടൽ ഉണ്ടാകുന്നു. ആദ്യ ഇടപെടൽ തന്നെ അത് ഫലപ്രദമാകുന്നു. കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ മർക്കസിന്റെ ഒരു പ്രതിനിധിയെ തന്നെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏറ്റവും നിർണായക നീക്കമായി തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടി വരും. ഇതിന്റെ കാരണം നാളെ 16-ന് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്ത പ്രതിനിധി അങ്ങോട്ടേക്ക് ഏതായാലും AP അബൂബക്കർ മുസ്ലിയാർ അയക്കുന്നത്. ആരാണ് ഇനി അങ്ങോട്ടേക്ക് യമനിലേക്ക് പോകുന്നത്? ഈ മോചനവുമായി ബന്ധപ്പെട്ട, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടൽ മർക്കസിന് വേണ്ടി നടത്താൻ അവിടെ എത്തുന്ന പ്രതിനിധി ആരാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അത് ഔദ്യോഗികമായി തന്നെ നമുക്കറിയാൻ കഴിയും. മർക്കസിൽ ഇപ്പോഴും ഈ കൂടിയാലോചനകൾ തുടരുകയാണ്. സുജയ. ഓക്കെ, ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി വീണ്ടും എത്താം റോഷിപാലിലേക്ക്. നമുക്ക് മർക്കസിൽ കൂടിയാലോചനകൾ തുടരുന്നു, നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ നമുക്കും ആഗ്രഹിക്കാം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകും.